ഈ വർഷത്തെ കൺവെൻഷൻ ഉദ്ഘാടനം നടക്കുകയാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ 109 വർഷം ദൈവവചനം കേൾക്കുവാൻ, മാനസാന്തരമുണ്ടാകുവാൻ, രോഗസൗഖ്യമുണ്ടാകുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പൂർവ്വപിതാക്കന്മാരെ എല്ലാം സ്മരിക്കുന്നു. ഈ വർഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന തീം തെസ്സലോനിക്കരെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് സാധിപ്പിച്ചു തരും എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായി അർത്ഥവും തലവുമുണ്ട്. നമ്മെല്ലാവരെയും കർത്തൃശിഷ്യത്വത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. അതൊരു വലിയ പ്രിവിലേജാണ്, വലിയൊരു അംഗീകാരമാണ്. നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് നിത്യജീവനും രക്ഷയുമാണ്. അതിനാണ് വിളി. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നാൽ അതിൻ്റെ പിന്നിൽ അതിനോട് ചേർന്ന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ശിഷ്യത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ശിഷ്യരായി ജീവിക്കണം. അത് അത്ര സുഖകരമല്ല, അത്ര കംഫർട്ടബിളായിരിക്കുകയില്ല. അതിനകത്ത് പ്രത്യേകിച്ചും മുറിക്കപ്പെടുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിക്കപ്പെടുവാൻ, നമ്മുടെ സമയമൊക്കെ പങ്കുവെക്കുവാൻ, നമ്മുടെ താലന്തുകൾ പങ്കുവെക്കുവാനായിട്ടുള്ളൊരു വിളിയാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്നവനോട്, മാറ്റി നിർത്തപ്പെടുന്നവനോട്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലില്ലാത്ത എല്ലാവരോടും ചേർന്ന് നിന്ന കർത്താവിനെ പോലെ നമ്മുടെ ഒരു മനസ്സ് പരുവപ്പെടുവാനായിട്ടുള്ള ഒരു വിളി കൂടെയാണിത്. അവൻ വിശ്വസ്തനാണ്, അവൻ മാറുകയില്ല. ശിഷ്യരും മാറാൻ പാടില്ലാത്തവരാണ്. കർത്തൃശിഷ്യത്വത്തിലേക്കുള്ള ഈ വിളി അതിൻ്റെ അംഗീകാരവും പ്രിവിലേജും അനുഭവിക്കുവാൻ മാത്രമല്ല, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ കൂടെ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സമക്ഷം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മനുഷ്യൻ്റെ കഴിവല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണം. നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ പരിവർത്തനമുണ്ടാകണം, മാനസാന്തരമുണ്ടാകണം, നമുക്ക് വലിയ മാറ്റമുണ്ടാകണം. നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ ഇല്ലാതെയാകണം. ദൈവസന്നിധിയിൽ 3 ദിവസങ്ങളിൽ കണ്ണുനീരോടെ വിനയപ്പെട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ മറ്റുള്ള എല്ലാ വ്യാപാരങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളുടെ സുഖാനുഭൂതികളെയൊക്കെ മറന്ന് മാറ്റിവെച്ച് നമ്മുടെ ഹൃദയം തപിച്ച് 3 ദിവസം കഴിയുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാൻ ഈ കൺവെൻഷൻ ഇടയാകട്ടെ. ഇതൊരു പരിപാടിയല്ല, ഇതൊരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. എല്ലാ കൃപകളും ദൈവസന്നിധിയിൽ നിന്ന് യാചിച്ചുകൊണ്ട്, എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും പരിശുദ്ധ മാതാവിൻ്റെയും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും പരിശുദ്ധനായ സ്തെഫാനോസ് സഹോദരയുടെയും വിശേഷാൽ യോനാ പ്രവാചകൻ്റെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ വർഷത്തെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു.